ബുദ്ധി വളർച്ചയില്ലാതെ കുട്ടികളെ പോലെ ഇരിക്കുന്ന ചിന്നത്തമ്പി ലവ് ചെയ്ത് മാരേജ് ചെയ്യാണ്. അങ്ങനെ അവർക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. ചിന്നത്തമ്പി അവനെ ട്യൂഷൻ കൊണ്ടുവന്നാക്കി തിരിച്ചു വരുന്ന വഴിക്ക് കാടിന്റെ അടുത്തായിട്ട് ഒരു പുലിക്കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ചിന്നത്തമ്പിയും അതിന്റെ കുട്ടീനോട് ദേ അവിടെ ഒരു കാട്ടുപൂച്ച എന്ന് പറയാണ്. പക്ഷെ ആക്ച്വലി അതൊരു പുലിയായിരുന്നു. ആ കുട്ടിക്ക് ആ പൂച്ചനെ തൊട്ട് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിന്നത്തമ്പി അത് എടുത്തോണ്ട് വന്ന് കുട്ടിയെ കാണിക്കുന്നുണ്ട്. കുട്ടി അത് തൊട്ട് നോക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാമെന്ന് പറയാണ്. എന്നാൽ അത് അമ്മക്ക് ഇഷ്ടമല്ലാന്നും നമുക്ക് അമ്മ അറിയാതെ വളർത്താമെന്നും ചിന്നത്തമ്പി കുട്ടിയോട് പറയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യ അറിയാതെ അവര് രണ്ടുപേരും കൂടി ആ പുലിക്കുട്ടിയെ ഒരു കാർബോർഡും പെട്ടിയിലാക്കി മുകളിൽ വെക്കാണ്. പിറ്റേ ദിവസം അവർക്ക് രണ്ടുപേർക്കും വയ്യാന്നും പറഞ്ഞ് കുട്ടി സ്കൂളിൽ ലീവ് എടുക്കുന്നുണ്ട്. ചിന്നത്തമ്പി ജോലിക്കും പോകാതെ ഈ പുലിക്കുട്ടിയെ കളിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ വിചാരം അതൊരു പൂച്ചക്കുട്ടിയാണെന്നാണ്. കാർബോർഡും പെട്ടിയുടെ ഉള്ളില് ആ ഒരു പുലിക്കുട്ടിക്ക് പാല് കൊടുത്ത് പാല് കുടിച്ച് ഒരു വിളക്ക് വീണ് വീട് തന്നെ കത്തിപ്പോകുന്നുണ്ട്. നാട്ടുകാരെല്ലാരും വന്നാണ് തീയെല്ലാം കെടുത്തിയത്. ഇപ്പൊ ഭാര്യയും വീട് കത്തിയന്റെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ചിന്നത്തമ്പിയും കുട്ടിയും പുലിക്കുട്ടിയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇപ്പൊ ഭാര്യക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടാണ്. ചെന്നൈയിൽ പോയിട്ട് 10 ദിവസം ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളും ഭർത്താവിനെയും കുട്ടിയെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അതോടുകൂടി ചിന്നത്തമ്പിക്ക് ഈ ഒരു പുൽക്കുട്ടിയെ എവിടെ നിർത്തണമെന്ന് അറിയാതെ അവനക്ക് അറിയുന്ന ഒരാളുടെ അടുത്ത് ഇത് കാട്ടുപൂച്ചയാണ്, ഇതിന് ഞാൻ വരുന്നവരെ നോക്കാം, പൈസ തരാമെന്നും പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ 10 ദിവസം എന്നുള്ളത് പോയി 1.5 മാസം കഴിഞ്ഞിട്ടാണ് അവര് തിരിച്ചു വരുന്നത്. വന്നപ്പോ തന്നെ ചിന്നത്തമ്പി പുലിക്കുട്ടിയെ കാണാൻ വേണ്ടി ഭാര്യയോട് നുണ പറഞ്ഞ് പാല് വാങ്ങാൻ പോകുന്നു എന്ന് നുണ പറഞ്ഞ് അതിന് പോയി നോക്കുമ്പോഴാന്ന് വെച്ചാല് ഇപ്പൊ 1 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു പുലി കുറച്ചൊന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചിന്നത്തമ്പിക്ക് അതൊരു പുലിയാണെന്ന് മനസ്സിലാവുന്നത്. അവനും അതിനെടുക്കാതെ വേഗം കടയിലേക്ക് പോയി പാലും പാക്കറ്റ് വാങ്ങുമ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് ഓൾറെഡി ഈ ഒരു പുലിക്കുട്ടിയെ കാണാനില്ല എന്നുള്ള ന്യൂസ് പരന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ജോലിയും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞു പുലിനെ ആരാണോ എടുത്തുകൊണ്ട് പോയത് അവനെ ഞാൻ കൊന്നു കളയുന്ന ഈ പോലീസ് ഓഫീസർ പറയുന്നത് കേട്ട ചിന്നത്തമ്പി പേടിച്ചിട്ട് വീട്ടിൽ വന്ന് എല്ലാ സത്യങ്ങളും വൈഫിനോട് തുറന്നു പറയുന്നുണ്ട്. വേറെ ഒന്നും ആലോചിക്കണ്ട, വേഗം തന്നെ ആ ഒരു പുലിക്കുട്ടിയെ കാട്ടിൽ തന്നെ കൊണ്ടുപോയി കളയാമെന്ന് പറയാണ്. പക്ഷേ അവിടെ ഒരുപാട് വേട്ടക്കാരുണ്ടെന്നും കാടിന്റെ നടുക്കിലായിട്ട് കൊണ്ടിടാമെന്നും അവര് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാര് അവരെ കാടിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. എങ്ങാനും ആ പുലിയെ അവിടെ വിട്ടിട്ട് പോയാല് വേട്ടക്കാരോ വല്ല മൃഗങ്ങളോ എന്തായാലും കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ചിന്നത്തമ്പി അവന്റെ ഭാര്യയും കൂടി വീട്ടിലേക്ക് തന്നെ ആ പുലിയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മലമുകളിലുള്ള ഒരു ചെറിയ ഗ്രാമത്തില് ആരും അറിയാതെ ഈ ഒരു പുലിക്കുട്ടിയെ വളർത്താമെന്ന് തീരുമാനിക്കുകയാണ്. ആ പുലിക്കുട്ടിക്ക് വേണ്ടി പാലും ഭക്ഷണവും എല്ലാം കൊടുത്ത് അവര് നല്ല പോലെ അതിനെ വളർത്തുന്നുണ്ട്. പക്ഷെ അത് ദിവസങ്ങൾ കഴിയും തോറും വലുതായി വരാണ്. ഒരു ഘട്ടത്തേക്ക് മേലെ നാട്ടുകാരറിയാതെ അവർക്ക് അത് മറച്ചു പിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ചിന്നത്തമ്പിയുടെ വീട്ടില് പുലി ഉണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെല്ലാവരും അറിയാണ്. ആ ഒരു ചെറിയ ഗ്രാമത്തില് കരടിയുടെ ശല്യം ഒരുപാടായിരുന്നു. ഈ ഒരു പുലി ഉള്ളത് കൊണ്ട് കരടിനെ പിടിക്കുകയും ആ ഒരു നാട്ടുകാർക്ക് അതൊരു വലിയ സഹായമാവുകയും ചെയ്യാണ്. ആ ഗ്രാമം മലമുകളിലായതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോലും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് പറ്റുന്ന വിധത്തിൽ ഫുഡെല്ലാം ഈ പുലിക്ക് വേണ്ടി കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഒരു വലിയ പുലി അവിടെ വളരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, വേഗം തന്നെ ആ ഒരു പുലിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിട്ടു തരണമെന്ന് പറയാണ്. വേറെ നിവൃത്തിയില്ലാതെ ചിന്നത്തമ്പിയും അതിനെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ പുലിയെ കൂട്ടിലടിച്ച് അവർ കൊണ്ടുപോകുന്നുണ്ട്. പുലിയെ വീട്ടിൽ വളർത്തിയതിന്റെ പേരില് ഇവരുടെ പേരിൽ കേസും വരുന്നുണ്ട്. അവസാനം ജഡ്ജി തീരുമാനിക്കുകയാണ് ആ ഒരു നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു ചെറിയ ശിക്ഷയും ഇത്ര നന്നായി ആ ഒരു പുലിയെ വീട്ടില് വളർത്തിയോണ്ട് ആ ഒരു പുലിയെ ഇനി കാട്ടിക്ക് വിടണ്ടെന്നും സൂയില് വളർത്താമെന്നും തീരുമാനിക്കുകയാണ്. ആ പുലിയെ കൂടെ നിന്ന് നോക്കാനായിട്ട് ചിന്നത്തമ്പിക്ക് സൂ കീപ്പർ ജോലിയും ലഭിക്കുന്നുണ്ട്.